കൈക്കാരൻ ഇത്ര നാളൊരു നമ്മൾ കൈക്കാരൻ എന്ന വാക്കാണ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് അതൊരു വ്യക്തികളെ ആണുങ്ങളെ നമ്മൾ പുരുഷന്മാരെയാണ് നമ്മൾ കൈക്കാരനായിട്ട് കണ്ടിരുന്നത്. അല്ല, ആരെയും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു. സുജയാണ് അച്ഛൻ പറഞ്ഞത്, ഞങ്ങളും അത് ഏറ്റെടുത്തു. അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു ഇടവകാംഗമായതിൽ തന്നെ. അത് വേറൊരു പേര് അവിടെ വന്നില്ല. എൻ്റെ പേര് വന്നപ്പോൾ തന്നെ എല്ലാവരും അതിനെ പിന്തുണച്ചു. വനിതകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇനി മറ്റുള്ള ഇടവകകളിൽ ഒരു വനിത കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ വരുത്തണം എന്നുള്ളൊരു രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എനിക്ക് തല പോലും പൊക്കിയൊന്നും എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എനിക്കറിയത്തില്ല ഞാൻ ജീവനോടെ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ അവർ കൈയൊഴിഞ്ഞു വിട്ടു. എന്നുവെച്ചാൽ അവരുടെ റിസ്ക്കും അവർ മാറ്റി. ആയുസുള്ളിടത്തോളം കാലം പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചുകൊള്ളാമെന്ന് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നേർന്നു. നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ ഗവർണറേറ്റിൻ്റെ തലപ്പത്ത് ഒരു വനിതയെ നിയമിച്ചത് കഴിഞ്ഞിടയ്ക്കാണ്. വത്തിക്കാൻ ഡിക്കാസ്റ്ററുകളിലെല്ലാം പ്രധാന സ്ഥാനങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വനിതകളെ നിയമിച്ചിരുന്നു. ഇതെല്ലാം സഭയിൽ വനിതകളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു പാത പിന്തുടർന്നിരിക്കുകയാണ് ഇന്ന് കൊച്ചി രൂപതയിലെ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയത്തിൻ്റെ വികാരിയായ ഫാദർ സേവ്യർ ചെറമേലച്ചൻ. ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഈ ദേവാലയത്തിൻ്റെ 3 കൈക്കാരന്മാരിൽ ഒരാൾ ഒരു വനിതയായിരിക്കുകയാണ്. സുജ അനിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ വനിതാ കൈക്കാരൻ എന്ന പദവിയിലേക്ക് എത്തുന്നത്. നമുക്ക് സുജാനിലെ വിശേഷണത്തെക്കുറിച്ചും ഈ ഒരു പദവിയിലേക്ക് എത്തിയതിനെക്കുറിച്ചും നമുക്കൊന്ന് കാണാം. നമ്മളോടൊപ്പം ഇപ്പം ചേരുന്നത് പ്രശസ്ത വചനപ്രഘോഷകനായ നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനും സുപരിചിതനും കൂടിയായ ഇടുക്കി തങ്കച്ചൻ ബ്രദറാണ്. ബ്രദർ ഇപ്പോൾ ആലപ്പുഴയിൽ കൊച്ചി രൂപതാംഗവും ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. പൂങ്കാവ് പള്ളിയിലെ ഇടവകയിലെ ആനിമേറ്റേഴ്സിൻ്റെ ആനിമേറ്ററും കൂടിയാണ്. അദ്ദേഹമാണ് ഒരു ആനിമേറ്റേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതെല്ലാം. ബ്രദറെ ശിംഷേക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഈ ഇടവകയിൽ സംഭവിച്ചത്. കൈക്കാരൻ ഇത്ര നാളൊരു നമ്മൾ കൈക്കാരൻ എന്ന വാക്കാണ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് അതൊരു വ്യക്തികളെ ആണുങ്ങളെ നമ്മൾ പുരുഷന്മാരെയാണ് നമ്മൾ കൈക്കാരനായിട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ കൈക്കാരൻ എന്നൊരു പോസ്റ്റിലേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുന്നു, അതും ഈ ഇടവകയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വികാരിയച്ഛന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ കാര്യം? നമ്മുടെ ഫ്രാൻസിസ് പാപ്പ പല കാര്യങ്ങളിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട അദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സഭയോട് ചേർന്ന് ഉള്ള പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക അറിയത്തിൽപ്പെട്ട ഒരു ഇടവകയായതുകൊണ്ട് മാർപ്പാപ്പയുടെ ഹൃദയപിടിപ്പുകൾ ഉള്ളിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഞങ്ങളുടെ വികാരിച്ചത് ഞങ്ങൾ തോന്നുകയും അത് ഞങ്ങളുടെ കമ്മിറ്റി പാസ്റ്റർ കൗൺസിലെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സുജ എന്ന് പറയുന്ന നേരത്തെ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, രൂപതയുടെ KLCA എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ ഇടവകയിലെ CLC മെമ്പറാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമാണ്. കാരണം അദ്ദേഹം ഇതിന് മതിയായ ഒരാളാണ്. പുരുഷന്മാരെ പോലെ തന്നെ എഫിഷ്യൻ്റ് ആയിരിക്കും ആൾ. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ എന്തായിരുന്നു ഇടവകയിലെ ജനങ്ങളും അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെല്ലാവരും ഏകകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു ഇത് ശരിയായി, അവർ കൈയടിച്ച് പാസ്സാക്കി ഉടനെ. അങ്ങനെ അതിനുശേഷമാണോ ഈ സുജ എന്ന് പറഞ്ഞ ചേച്ചിയിലേക്ക് എത്തിയത്? ആര് വേണം? അല്ല, ആരെയും വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്നു. സുജയാണ് അച്ഛൻ പറഞ്ഞത്, ഞങ്ങളും അത് ഏറ്റുപറഞ്ഞു. കാരണം ഇവിടെ വന്ന ആൾക്കാരിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആളാണ്. പിന്നെ അതിനെക്കുറിച്ച് റീത്തിങ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ത്രീകൾ എന്നൊരു തീരുമാനം വന്നു, അത് സുജ എന്ന് പറയുന്ന ചേച്ചിയിലേക്ക് തന്നെ എത്തി. എങ്ങനെയാണ് സുജ ചേച്ചിനെ കുറിച്ച് ബ്രദറിന് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ഉള്ളിൽ കയറിയ ഒരാളാണ് പ്രവർത്തനങ്ങൾ കൊണ്ട്. ഏതൊരു കാര്യത്തിനും ഓടിയെത്തും. പെൺകുട്ടി ഒരു സ്ത്രീ എന്ന രീതിയിലല്ലായിരുന്നു. ഒരു ആത്മഹത്യയോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുടെ മോർച്ചറിലൊക്കെ പോകണമെങ്കിൽ പോലും ആളവിടെ ഉണ്ടാവും. പോലീസിനെ ഇടപെടുത്താൻ എല്ലാത്തിനും ആൾ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം പിന്നെ KLCയുടെ രൂപത പ്രസിഡന്റ് കൂടിയാണ്. രൂപതയിലെ ഭാരവാഹിയായിരുന്നു, കമ്മിറ്റിയിലായിരുന്നു തോന്നി. പ്രസിഡന്റ് ആണെന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിനേക്കാൾ ഉപരി ഇടവകയിലെ എല്ലാ കാര്യത്തിനും പുള്ളി ആക്റ്റീവ് ആയിരുന്നു നേരത്തെ പോലെ. ഒന്നും പുറകോട്ട് പോകത്തില്ല. ഒരു നല്ലൊരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞത്. വളരെ സന്തോഷം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ വാർത്തയായിരിക്കുകയാണ്. കേരളം മുഴുവൻ പൂങ്കാവ് പള്ളിയിൽ കൈക്കാരനായിട്ട് ഒരു സ്ത്രീ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചറിയുന്നു. അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു ഇടവകാംഗമായതിൽ തന്നെ. ഞങ്ങളും വളരെ അഭിമാനത്തോടെയാണ് കാണുന്നത് ഈ ഒരു ഇതിലെ കാണുന്നത്. കൈക്കാരന്മാരെന്ന് പറയുമ്പോഴേ ഈ ഇടവകയുടെ മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. സാമ്പത്തിക കാര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം.
അപ്പോൾ ഇവർ 3 പേരുണ്ട്, ഇപ്പോൾ 2 പുരുഷന്മാരും സുജയുമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, കൈക്കാരന്മാരോട് ഒത്തു നിൽക്കാൻ നല്ലൊരു പാസ്റ്റർ കൗൺസിൽ ഉണ്ട്. അത് വളരെ അനുഗ്രഹമാണത്. അതൊരു 25-26 പേരോളം അവർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ഭാരം വരത്തില്ല. ഇവർ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. ഇവിടെ ഈ തീർത്ഥാടകർ വരുന്നത് മാത്രമല്ല, പല കാര്യങ്ങളും ഈ ഇടവക ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പീരീഡാണ്. ഇതൊരു പാരീഷുകൾ വലുത് പണിയാൻ പോകുന്നു, AC. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമതലയിലേക്ക് ഇവരൊക്കെ വരേണ്ടി വരും. പിന്നെ സർക്കാരിൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് സുജയുടെ ഈ സ്ഥാനം അത് ഞങ്ങൾക്ക് സഹായകമാകുമെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാരിൻ്റെ സപ്പോർട്ട് പണിയുന്നതിനൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ ഇതൊരു ഇൻ്റർനാഷണൽ പിൽഗ്രിം ടൂറിസത്തിൽ പെടുത്തിയ പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് വരുമ്പോഴും അവരുടെ കയ്യിൽ ഈ ഫോട്ടോ കാണും ഇതിന്. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ. അത്രമാത്രം അത് ഉയർന്നിട്ടില്ല ഇവിടെ. ഇത് സുജയ്ക്കൊക്കെ അതിനുള്ള വലിയ സ്വപ്നങ്ങളുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ കൈക്കാരന്മാർക്കും ഉണ്ട്. ഇപ്പോഴത്തെ കൈക്കാരന്മാർ എല്ലാവരും, പക്ഷേ നേരത്തെ ഉള്ളവരും അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിലും ഈ കാര്യങ്ങളും കൂടെ നടപ്പാകും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ തിരക്കിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകണം. കാരണം നോമ്പുകാലമാണ്. നോമ്പുകാലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശുദ്ധവാരത്തിൽ വരാൻ പോകുന്ന ദേവാലയം കൂടിയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശുദ്ധവാരത്തിൽ ഈ ദേവാലയത്തിലേക്ക്. കൊച്ചി തന്നെ തങ്കിപ്പള്ളിയുണ്ട്. തങ്കിപ്പള്ളിയിലും ധാരാളം ആൾക്കാർ ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ ആ വനിതാ കൈക്കാരി, കേരളത്തിലെ തന്നെ ആദ്യത്തെ വുമൺ ട്രസ്റ്റി എന്നൊക്കെ പറയാം, സുജ അനിൽ ചേച്ചി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി നമസ്കാരം. ഭയങ്കര തിരക്കിലേക്കാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് മാധ്യമങ്ങളിൽ ചേച്ചിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൈക്കാരൻ എന്ന് നമുക്കിപ്പോൾ പറയാം. കൈക്കാരി എന്നുള്ള വേർഡ് ഉണ്ടോയെന്ന് അറിയില്ല. എങ്കിലും ഇത് കാണുന്ന നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാം, കൈക്കാരി. കാരണം ഇതുവരെ അങ്ങനെ ഒരു വുമൺ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പേര് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇങ്ങനൊരു പോസ്റ്റിലൂടെ എത്തിയിരിക്കുകയാണ്. എന്താണ് ചേച്ചി തോന്നുന്നത്? ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും കരുതാതിരുന്ന ഒരു കാര്യമാണ്. കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ പോലും പാസ്റ്റർ കൗൺസിൽ കൂടുന്നു, കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ ഒരു ഇതിലെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വികാരി ആയിട്ടുള്ള സേവ്യർ ചിറമേലച്ചൻ അങ്ങനെ ഒരു അഭിപ്രായം വെക്കുന്നു. ഒരു 3 കൈക്കാരന്മാരിൽ ഉള്ളതിൽ ഒരു വനിത ആയാൽ കൊള്ളാമായിരുന്നു. പാസ്റ്റർ കൗൺസിലിൻ്റെ തീരുമാനം വെച്ചിട്ട് അങ്ങനെ എടുക്കാം എന്നൊരു ഓപ്ഷൻ പറയുമ്പോഴും ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല എൻ്റെ പേര് വരുമെന്നുള്ളത്. അപ്പോൾ പാസ്റ്റർ കൗൺസിലുണ്ടായിരുന്ന അംഗങ്ങൾ എൻ്റെ പേര് നിർദ്ദേശിച്ചു. അത് വേറൊരു പേരവിടെ വന്നില്ല. എൻ്റെ പേര് വന്നപ്പോൾ തന്നെ എല്ലാവരും അതിനെ പിന്തുണച്ചു. അപ്പോൾ പാസ്റ്റർ കൗൺസിലാണ് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറേയേറെ പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ട് തന്നെ ഞാനത് എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ എന്നെക്കൊണ്ട് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ കുഞ്ഞുനാളെ മുതലേ എൻ്റെ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ഒത്തിരിയേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം ദൈവം എന്നെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തപ്പോൾ അതിന് ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. എന്തായാലും എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം വിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ഇനിയും വനിതകൾ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചേച്ചി ഇപ്പോൾ പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ ഉള്ളിലെ ഒരു തീക്ഷ്ണത അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ തീക്ഷ്ണ അനുഭവപ്പെടുന്നില്ല, ഞാൻ ചോദിക്കുകയാണ്. ഇതൊരു പൂങ്കാവ് പള്ളി, എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണലി വലിയ ഒരു പിൽഗ്രിം സെൻ്ററാണ്. ഒരുപാട് തീർത്ഥാടകർ വരുന്നു. നമുക്കറിയാം ഒരു ചെറിയ പള്ളിയുടെ ആയാലും കൈക്കാരന്മാർക്ക് ഉണ്ടാകുന്ന തിരക്ക്, അവർക്കുണ്ടാകുന്ന ജോലിഭാരം, അവർക്കുണ്ടാകുന്ന ഉത്തരവാദിത്വം. പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നം വന്നാലും എല്ലാവരും കൈക്കാരന്മാരുടെ അടുത്തേക്കാണ്. കാരണം അച്ഛൻ്റെ കൂടെ നിന്ന് സഹായിക്കേണ്ടവരാണ് കൈക്കാരൻ. ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ ഏറ്റെടുത്തപ്പോഴോ അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന സമയത്തോ ഞാൻ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അങ്ങനെ തോന്നിയിരുന്നോ? അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പൂങ്കാവ് ഇടവക എന്ന് പറയുന്നത്, പൂങ്കാവ് ഇടവക ദേവാലയം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഇടവകയാണ്. ഈ ദേവാലയത്തിലെ ഒരു കൈക്കാരൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റി എന്നുള്ള ആ ഒരു സ്ഥാനം ഒത്തിരിയേറെ ചുമതലകളുള്ളതാണ്.
അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഭാരിച്ച ചുമതലകൾ ഒത്തിരി ഉണ്ട്. എങ്കിൽ തന്നെയും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, കുഞ്ഞുനാളെ തൊട്ടേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടെന്ന്. ആ കൂട്ടത്തിലുള്ളതാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ ഓരോരുത്തരെ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കൊന്ത ചൊല്ലി ഓരോരുത്തരെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ വരുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനയിൽ എന്നെക്കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മാതാവ് എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്നോടൊപ്പം ഉണ്ടെന്ന്. മാതാവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ എനിക്ക് വിജയപരമായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം വേറെ ഒരു സ്ത്രീ വ്യക്തിത്വം നമുക്ക് ഭൂമിയിൽ തന്നെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈശോയുടെ അമ്മ, അപ്പോൾ ആ അമ്മയുടെ കൂട്ടുപിടിച്ച് ഒരു ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ദേവാലയത്തിൻ്റെ ഭാരിച്ച ചുമതലകളിലേക്ക് കിടക്കുന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൂടുതൽ ഒരു കൈക്കാരൻ എന്ന നിലയ്ക്ക് വരുന്നത്? കൈക്കാരൻ്റെ ചുമതലയായിട്ട് വരുന്നത് ഇടവകയുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ നോക്കി നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ തന്നെ ആണെങ്കിലും ഒത്തിരിയേറെ കടമുറികളുണ്ട്, പിന്നെ പാരിഷ് ഹോളുണ്ട്. ഇപ്പോൾ പുതിയൊരു പാരിഷ് ഹോള് വലുതായിട്ടൊരു പാരിഷ് ഹോൾ ഇപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ പൂങ്കാവ് മാർക്കറ്റുണ്ട്, പള്ളിയുടേതായിട്ടുള്ള ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്. പള്ളിയുടെ മാർക്കറ്റാണ് അത്. എന്നിട്ട് ലേലത്തിന് ഓരോരുത്തരും ഓരോ വർഷം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നും മാർക്കറ്റിൻ്റെ ലേലമായിരുന്നു. അപ്പോൾ ഒരു വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ നോക്കി നടത്തിപ്പ്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വനിതകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇനി മറ്റുള്ള ഇടവകകളിൽ ഒരു വനിത കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ വരുത്തണം എന്നുള്ളൊരു രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം. ഈ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വനിതകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ തന്നെ എന്തെങ്കിലും കൈക്കാരൻ എന്ന നിലയിൽ തന്നെ ഈ ഇടവകയിലെ ഒരുപാട് സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, കുട്ടികളൊക്കെ, അപ്പോൾ അവർക്കൊക്കെ പ്രചോദന രീതിയിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പം നിലവിൽ ഞാൻ ഇടവകയുടെ KLCയുടെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങൾ KLCയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും വിധവ കൂട്ടായ്മ നടത്തുന്നുണ്ട്, എല്ലാ മാസവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സങ്കടങ്ങളും ദുഃഖങ്ങളും ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങളുള്ളിൽ അടക്കിക്കൊണ്ട് കിടക്കുന്നവരായിരിക്കാം. അപ്പോൾ ഒരു വിധവ കൂട്ടായ്മയൊക്കെ നടക്കുമ്പോൾ അതിൽ വന്നിട്ട് ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂർ നേരം അവരുമായിട്ടുള്ള സന്തോഷവും ചിരിയും എന്നുവെച്ചാൽ കോമഡി പ്രോഗ്രാംസും ഈ മിമിക്രിയുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർ വന്നിട്ടാണ് അവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്. ക്രിസ്മസ് ആഘോഷമാണെങ്കിലും നല്ല രീതിയിൽ എല്ലാ മാസവും നടക്കുന്ന ഈ കൂട്ടായ്മയിലാണെങ്കിലും അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങളവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് KLCയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ പോലും ഇനി ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇടവക ജനങ്ങളിൽ വൃദ്ധജനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൂട്ടായ്മകൾ മുമ്പുണ്ടായിരുന്നു, കുറച്ച് നാളുകളായിട്ട് അത് നടക്കുന്നില്ല. അവരുടെ കൂട്ടായ്മകൾ വീണ്ടും തുടങ്ങി അവരോടൊപ്പം കുറച്ചു നേരം ഇരുന്ന് അവർക്ക് സന്തോഷമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും കൂടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ടീച്ചറെ ഫാമിലിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ വീട്ടിൽ ഭർത്താവും മോളും എൻ്റെ അമ്മച്ചിയാണ് ഉള്ളത്. ഭർത്താവ് കേബിൾ ടി വിയുടെ ഇൻ്റർനെറ്റിൻ്റെ ആയിട്ടുള്ള ഫ്രാഞ്ചൈസി നടത്തുന്നു. പിന്നെ മോള് ഇവിടെ ചേർത്തല KVM ഹോസ്പിറ്റൽ, KVMൻ്റെ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഈ ഫാമിലിയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രവർത്തനങ്ങളും നേരത്തെ പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എനിക്ക് വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നൊരു 90% കാര്യങ്ങളും എൻ്റെ ഭർത്താവും കൂടെ എനിക്ക് ഐഡിയ പറഞ്ഞു തരും. ഓരോ കാര്യങ്ങൾ അതങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, പക്ഷെ അത് എനിക്ക് അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിയിരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ടാണ്, ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്.
എന്തിനും എന്നോടൊപ്പം ഉണ്ട്. ഇങ്ങനെ കൈക്കാരനായിട്ട് ഇങ്ങനെ വനിതാ കൈക്കാരനായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് വീട്ടിൽ അറിയിച്ചപ്പോൾ ആരെയാണ് ആദ്യം അറിയിച്ചത്? ആദ്യം ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു. ഒത്തിരി സന്തോഷമായിരുന്നു. കാര്യം മീറ്റിങ്ങിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ പറയുമെന്നോ അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുമെന്നോ അങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. സാധാരണ മീറ്റിങ്ങിന് പോകുന്നത് പോലെ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിളിച്ചിട്ട് പറയുമ്പോഴത്തേക്കും വീട്ടിൽ വലിയ സന്തോഷമായിരുന്നു. ചേട്ടനോടും മോളോടും വിളിച്ചു പറഞ്ഞു, അമ്മച്ചിയും എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു സാധനം കിട്ടിയെന്ന്. അവര് ഈ സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ആദ്യത്തെ എന്ന രീതിയിൽ തന്നെയാണല്ലോ പോയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനമായിട്ട് പോകുമ്പോൾ ഇപ്പോൾ മറ്റ് സംഘടനകളായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാം നല്ല സപ്പോർട്ട് തന്നെയാണ് പോകുന്നത്? ആണ് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് നാളായുള്ളൂ വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ട്. എനിക്ക് മുമ്പ് വണ്ടി ഓടിക്കുന്നത് വലിയ വശമില്ലായിരുന്നു. അപ്പം എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ചേട്ടൻ അതെല്ലാം മാറ്റി വെച്ച് എന്നെ നേരെ അവിടെ കൊണ്ടുപോയി എൻ്റെ കാര്യത്തിനാണ് കൂടുതലും പ്രാധാന്യം തന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് എനിക്ക്. അങ്ങനെയുണ്ട്. ഈ ക്രിസ്ത്യൻ മേഖലകളിൽ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ സാമൂഹികപരമായിട്ട് എല്ലാ മേഖലയിലും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ഈ ഒരു സംഘടനയിലും കൂടി പ്രവർത്തിക്കുകയാണല്ലേ. അപ്പം എങ്ങനെയാണ് ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്യുകയാണെങ്കിൽ? ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം KLCയുടെ സെക്രട്ടറി ഞാൻ മുമ്പ് നമ്മുടെ കഴിഞ്ഞ ടൈമിൽ കൊച്ചി രൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ കൊച്ചി രൂപതയുടെ കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം വീണ്ടും ഇപ്പോൾ KLCയുടെ സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനത്ത് വന്നു. അപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു സ്ഥാനം കൂടെ കിട്ടിയപ്പോൾ ഇടവക ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിട്ടാണ് അതിനെ കാണുന്നത്. പലവരും ഇപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ പലപ്പോഴും ഇതുപോലെയുള്ള നമ്മുടെ ക്രിസ്ത്യൻ മേഖല സംഘടനകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ക്രൈസ്തവ രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ഫാമിലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയൊരു എന്താ പറയുക തടസ്സമായിട്ടൊക്കെ പറയാറ്. വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അപ്പം അത് അങ്ങനെ മാറി നിൽക്കുകയാണ് കൂടുതൽ പതിവ്. അങ്ങനെയുള്ളവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം എനിക്കതൊരു ഭാരിച്ച ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സംബന്ധിച്ച് പറയാനാണെങ്കിൽ മോൾക്ക് രാവിലെ 7 മണി കഴിയുമ്പോൾ കോളേജിൽ ബസ് വരും. അപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് മോൾക്കുള്ള ഫുഡുകളെല്ലാം റെഡിയാക്കി മോളെ ചേട്ടൻ കൂടെ ആക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ ആ ടൈമിൽ തീരും. പിന്നെ ബാക്കി വരുന്ന ജോലികളെല്ലാം അമ്മച്ചി ചെയ്തോളും. എനിക്കൊന്നും അറിയണ്ട. എന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വലിയ രീതിയിലുള്ള അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ഈ ഒരു ക്രിസ്ത്യൻ മേഖല ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തും അല്ലെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു അനുഗ്രഹം കുടുംബത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിലുള്ളവരുടെ ഓരോ കാര്യങ്ങളും പറയുന്ന രീതി കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് കർത്താവ് തന്നെ അവരെ ക്രമപ്പെടുത്തി എനിക്ക് തരുന്നതായിട്ടാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കടമ്പിടുത്തോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി അല്ല. എന്തിനാണെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം തരുന്നതിന് തന്നെയാണ് വീട്ടിൽ ശ്രദ്ധിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ തിരക്കിപ്പെട്ടാലും ഏതൊക്കെ സംഘടനയിൽ പോയാലും വീട്ടിൽ അമ്മേനെ മകൾക്കാണെങ്കിൽ അമ്മേനെ കിട്ടുന്നുണ്ട് അല്ലേ. ആ ഒരു ഫാമിലിയിൽ ആ ചേച്ചി എന്നുള്ള സ്ഥാനം, ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീലും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഉൾപ്പെടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം സാധിക്കുന്നുണ്ട്. ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് അല്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയൂ. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് ഇത് A ക്ലാസ് ആ ഒരു ലെവലിൽ വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വെച്ചാൽ ഇത് പല ഇതുണ്ട്. A ക്ലാസ് എന്ന് പറയുമ്പോൾ അത് എൻ്റെ അറിവിൽ വെച്ചിടത്തോളം നേരിട്ട് കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുൻപത്തെ വികാരി അച്ഛൻ ഷൈജു പരിയാരത്തിശ്ശേരി അച്ഛൻ്റെ ചേട്ടൻ റോമിൽ പോയപ്പോൾ ഷൈജു അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഷൈജു അച്ഛൻ്റെ ചേട്ടൻ, അതും അദ്ദേഹം അച്ഛനാണ്, ആ വൈദികനാണ് റോമിൽ നിന്നും കർത്താവിൻ്റെ
തിരുക്കുരിശിൽ നിന്നുള്ള തിരുശേഷിപ്പ് ഒരു ഭാഗം അതിന്റെ നേരിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് A ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു തിരുശേഷിപ്പാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ തിരുശേഷിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതൊക്കെ അപേക്ഷകളൊക്കെയാണ്. അപ്പം അപേക്ഷകളും ഉപകാരസ്മരണയൊക്കെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചായിട്ട് സാക്ഷ്യങ്ങൾ നേരിട്ടും വന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇവിടെ യാചനകളായിട്ട് അപേക്ഷകൾ എഴുതി പള്ളിയുടെ പേര് വരുന്നത് ഔവർ ലേഡി ഓഫ് അസംപ്ഷൻ ചർച്ച്. അസംപ്ഷൻ പരിശുദ്ധ മാതാവിന്റെ പേരിലാണെങ്കിൽ ഗർഭവത മാതാവിന്റെ പേരിലാണ് ദേവാലയം അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ ആണ് ശരിക്കും ആൾക്കാർ ആ ഒരു ടൈമിലാണ് ഇങ്ങോട്ട് ആളുകളുടെ പ്രവാഹം വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് തങ്കിപ്പള്ളി, അവിടെയും ഈശോയുടെ ഒരു രൂപം അല്ലെ കിടക്കുന്നുണ്ട്. പൂങ്കാവ് പള്ളിയും തൊട്ടടുത്ത് രണ്ടും. എന്തായാലും ഈ മറ്റ് തിരുശേഷിപ്പും കൂടി ഇവിടെ ഉണ്ട് അല്ലെ? 16 വിശുദ്ധ എല്ലാ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. പൂങ്കാവ് പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി വരുന്നവരെല്ലാവരും തൊട്ടടുത്ത ഈ ചാപ്പലിലും വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് ഒരുപാട് പേര്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ചാപ്പലാണിത് അല്ലേ? ഇത് കല്ലറ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ബുധനാഴ്ച ഇവിടെ കല്ലറ ജപം നടക്കാറുണ്ട്. കല്ലറ ജപത്തിന് ശേഷം വിശുദ്ധ കുർബാന, പിന്നെ അതിനുശേഷം നമ്മുടെ നേർച്ചക്കന്നി വിതരണം. അപ്പം ആഴ്ചയിൽ 2 ദിവസമാണ് ഇവിടെ നേർച്ചക്കന്നി വിതരണം ഉള്ളത്. കല്ലറ ജപമുള്ള ബുധനാഴ്ച ദിവസങ്ങളിലും ഉണ്ണീശോയുടെ നൊവേനയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങളിലും. അപ്പം കല്ലറ ജപം ഇപ്പം തുടങ്ങിയിട്ട് ഒരു വർഷത്തോട് അടുത്താവുന്നുള്ളൂ. പക്ഷേ കല്ലറ ജപത്തിൽ ഒത്തിരിയേറെ പേര് അനുഗ്രഹങ്ങൾ ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം മുമ്പ് തൊട്ടുള്ള ഒരു കാര്യമാണ് ദുഃഖവെള്ളിയാഴ്ചയിലെ നഗര കാണിക്കലിൽ കർത്താവിൻ്റെ ഈ പീഡാനുഭവ സ്വരൂപമാണ് നഗര കാണിക്കലിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ വ്യാകുലമാതാവിൻ്റെ അനുഗമനം, അതൊരു കഴിഞ്ഞ വർഷം മുതൽ വേറിട്ട ഒരു ശരിക്കും അതിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, അതിൽ ഒത്തിരി നമുക്കതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്കതിൽ കിട്ടുന്നതായിട്ട് വേറെ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത് ഈശോ മരിച്ചിങ്ങനെ കൊണ്ടുപോകുന്നതിനോടൊപ്പം മാതാവ് അനുഗമിക്കുന്ന ഒരു ദൃശ്യം അത് ഇവിടുത്തെ വികാരി ഫാദർ സേവ്യർ ചെറുമേലച്ചൻ ആണ്. അച്ഛൻ്റെ ഒരു ഐഡിയ പ്രകാരമാണ് വ്യാകുല മാതാവിൻ്റെ രൂപം കഴിഞ്ഞ വർഷം മുതൽ മാതാവും കൂടെ അനുഗമനം നടക്കുന്നത്. അപ്പം അത് ഒത്തിരി ആരും പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യമായിരുന്നു. അന്ന് സംഭവിച്ച കാര്യമാണ്. കാരണം ഈശോയെ അടുക്കുമ്പോൾ നമ്മൾ ശരിക്കും നേരിട്ട് ആ ഒരു കാഴ്ച കാണുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും നോക്കുന്നില്ല നഗരാണിക്കൽ ഈശോയെ മാത്രം കൊണ്ടുപോകുന്നു. പക്ഷെ മാതാവ് അന്ന് വന്നപ്പോൾ എനിക്ക് ആ രൂപം അല്ലെ, ഹൃദയത്തിലെ ആ ഒരു വ്യാകുലത്തിന്റെ ഒരു രൂപം കൂടി കടന്നു പോകുമ്പോൾ വലിയൊരു അനുഭവമായി മാറും അല്ലെ. നമ്മളിപ്പോൾ പൂങ്കാവ് ദേവാലയത്തിൻ്റെ അകത്ത് അൾത്താരയ്ക്ക് സമീപം എത്തിയിരിക്കുകയാണ്. വളരെ പഴയൊരു ദേവാലയമാണ് അല്ലേ? എത്ര വർഷം 1860-ലാണ് ഈ ദേവാലയം സ്ഥാപിതമായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട? ഒരുപാട് പേര് നേരത്തെ നമ്മൾ സംസാരിച്ചു, ഇൻ്റർനാഷണലായി അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്, പിലിഗ്രിം സെൻ്ററാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട? നമുക്ക് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഈ ദേവാലയത്തിൽ വരുന്നത് വിശുദ്ധവാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കുകളാണ്. വിശുദ്ധവാരത്തിൻ്റെ നോൻപ് തുടങ്ങുന്ന അന്ന് മുതൽ ഇവിടെ തീർത്ഥാടകരുടെ പ്രവാഹമാണ്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഒത്തിരിയേറെ പേര് ഇവിടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധവാരത്തിലെ പെസഹ വ്യാഴവും പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ച, പിന്നെ ദുഃഖവെള്ളിയാഴ്ചയിലെ നഗര കാണിക്കൽ. അതിൽ പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ച എന്ന് പറയുമ്പോൾ പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് നിന്ന് ആരംഭിക്കുന്ന നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് നിലവിളക്കും എണ്ണയും തിരിയുമായി ഇവിടെ എത്തി അവിടെ പല പല ലെയറുകളായിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്ന വോളണ്ടിയേഴ്സ് അത് തിരിച്ചിട്ടുണ്ടാവും. ആ പൂങ്കാവിൻ്റെ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് തുടങ്ങുന്ന ആ ഒരു നിലവിളക്ക് കത്തിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി പൂങ്കാവ് റെയിൽവേ ട്രാക്കിന് അടുത്ത് വരെ ഈ നിര ചെല്ലും. അത് ഒരു നിരയല്ല, പല നിരകൾ.
ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് തെളിയിക്കുന്ന ഓരോ ദീപനാളങ്ങളും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അടയാളമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ തന്നെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പനിയുണ്ടായി. സാധാരണ എല്ലാവർക്കും പനി വരുന്നത് പോലെ ആ ഒരു പനിയെ കണ്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങി. ഒരു 3-4 ദിവസമായിട്ട് കുറവില്ല. അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. വാർഡിലാണ് ഞാൻ കിടക്കുന്നത്. സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പനിക്കുള്ള മെഡിസിൻസ് എനിക്ക് തരുന്നുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് പനി കുറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം തീരെ 3-4 ദിവസമായിട്ട് കുറവില്ലാതെ വന്നപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ICUയിലോട്ടൊന്ന് മാറ്റണം, കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം ICUയിലോട്ടൊന്ന് മാറ്റുവാണെന്ന് പറഞ്ഞു. പേടിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇച്ചിരി സീരിയസ് ആണെന്നോ ഒന്നും പറഞ്ഞുമില്ല, ഒന്നും അറിയില്ല. നേരെ ICUയിലോട്ട് മാറ്റി. ICUയിലോട്ട് ഒരു ദിവസം രാത്രിയിലാണ് മാറ്റി. പിറ്റേ ദിവസം രാവിലേക്കുള്ളിൽ തന്നെ ഇവർ കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഇവർ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തതിനകത്ത് ശരിക്കും പല ടെസ്റ്റുകളിലും ഹൈ ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാക്സിമം ലിമിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തല പോലും പൊക്കിയൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. എനിക്ക് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് എനിക്ക് വലിയ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ചെയ്യാം, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞു. അവർ കൈയൊടിയുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടി ഒത്തിരിയേറെ വേരിയേഷനുകൾ എനിക്ക് ഉണ്ടായി ആ സമയത്ത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ കൈയൊഴിഞ്ഞു വിട്ടു എന്ന് വെച്ചാൽ അവരുടെ റിസ്ക്കും അവർ മാറ്റി. അപ്പോൾ ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടെ ആയിരുന്നതുകൊണ്ട് അന്ന് MP ഒക്കെ ഇടപെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെ, അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അന്ന് MP ഒക്കെ വന്നായിരുന്നു, എനിക്കിങ്ങനെ തീരെ വയ്യാന്നുള്ളത് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് KC വേണുഗോപാൽ സാറൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സാറ് കൂടെ ഡോക്ടറോട് വിളിച്ചതിൻ്റെ പുറമെയാണ് എന്നെ അവർ ICUയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് എന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു. അപ്പം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഈ ആലപ്പുഴയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ എൻ്റെ ചേച്ചിയും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ചേച്ചി ആംബുലൻസിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പൂങ്കാവിൽ തിരുമുറ്റത്ത് ജനിച്ച് വളർന്നതാണ് ഇവള്. എല്ലാ വർഷവുമുള്ള പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ചയിൽ അങ്ങയുടെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാം, പൂർണ്ണ ആരോഗ്യവതിയായി തിരികെ കിട്ടുവാണെങ്കിൽ ആയുസുള്ളിടത്തോളം കാലം പൂങ്കാവിൻ്റെ തിരുമുറ്റത്ത് ദീപനാളം തെളിയിച്ചു കൊള്ളാമെന്ന് ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് നേർന്നു. അത്ഭുതം എന്ന് പറയട്ടെ, എന്നെ മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ തന്നെ അവിടുന്ന് MP വിളിച്ച് പറഞ്ഞേക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് MP വന്നു ഹോസ്പിറ്റലിൽ വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് വന്നിട്ട് ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് രോഗങ്ങൾ ഭേദമാകാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളിവിടെ ചെയ്തുള്ള ടെസ്റ്റുകളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനെന്ത് പ്രതിവിധി ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഇനി ആളുടെ കാര്യം ഏറ്റു, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണ ആരോഗ്യതയെ വിട്ടുകൊള്ളാമെന്നൊരു ഉറപ്പ് തന്നു. അതുപോലെ കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോയതിനേക്കാളും പക്കയായി ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൂങ്കാവിലിരിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു അത്ഭുതം തന്നെയാണ് ഞാനത് വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഇതുപോലെ അനുഭവം വന്ന ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൂങ്കാവിൽ നിലവിളക്കിടാൻ വേണ്ടിയിട്ട് നിലവിളക്ക് കത്തിച്ച് നേർച്ച നടത്തുന്നത് കൂടുതലും നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, അക്രൈസ്തവരാണ് കൂടുതലും വരുന്നത്. അവർ എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഈ പെസഹ വ്യാഴാഴ്ചനെ സമർപ്പിച്ചുകൊണ്ടാണ് നേർച്ച നേരുന്നത്. അടുത്ത വർഷം ഞങ്ങൾ പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ ദീപം തെളിയിച്ചോളാം, ഞങ്ങൾ ഈ കാര്യം സാധിച്ചിട്ടേക്കണേ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളാണ് പെസഹ വ്യാഴാഴ്ച സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ പിറ്റേ ദിവസം ദുഃഖവെള്ളിയാഴ്ച വെളുപ്പിനെ 4 മണി മുതൽ നമ്മുടെ പൂങ്കാവ് പള്ളിയിലെ പാരിഷ് ഹാളിൽ കഞ്ഞി വിതരണമുണ്ട്. അപ്പോൾ ആ കഞ്ഞി വരെ നേർച്ചയായിട്ട് കഞ്ഞി വെക്കാനുള്ള അരിയും സാധനങ്ങളെല്ലാം നേർച്ചയായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നവരുണ്ട്. ആ കഞ്ഞി വന്ന് നേർച്ചയായിട്ട് കുടിക്കുന്നവരുണ്ട്. അതിലൂടെ രോഗശാന്തി പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നവരുണ്ട്. പിന്നെ അതുപോലെ അന്നത്തെ നഗരി കാണിക്കൽ, ദുഃഖവെള്ളിയാഴ്ചത്തെ നഗരി കാണിക്കൽ, അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം മുതലാണ് മാതാവിൻ്റെ അനുഗമനവും കൂടെ കർത്താവിൻ്റെ തിരുസ്വരൂപത്തിനൊപ്പം ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് ആ നഗരി കാണിക്കലിൽ പങ്കെടുക്കുമ്പോൾ ശരിക്കും കർത്താവിൻ്റെ രൂപവും മാതാവിൻ്റെ അനുഗമനവും കൂടെ വരുമ്പോൾ നമുക്ക് ആ നിമിഷത്തെ ആ ഒരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൽ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹം അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം നഗരി കാണിക്കലിൽ പങ്കെടുത്തപ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ശരീരമൊക്കെ കുളിര് കോരുക. മാതാവിൻ്റെ ആ ഒരു വരവ് നമ്മൾ ആ ഒരു ഒറിജിനാലിറ്റിയിലാണ് നമ്മൾ ആ ഒരു നഗരകാണിക്കൽ കാണുന്നത്. അത് ഒത്തിരി ഒത്തിരി അനുഭവമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നാനാജാതി മതസ്ഥരായാലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ക്രൈസ്തവരായാലും ഓടി ഈ ഒരു പൂങ്കാവ് പള്ളിയിലേക്ക് എത്തുന്നത് ആയിരിക്കും തീർച്ചയായിട്ടും. കാര്യം ഈ പറഞ്ഞില്ലേ, ഈ നോൻപ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ തന്നെ ആണെങ്കിലും തിരുനെൽവേലി, മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ കുറച്ച് മുന്നേയും കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ ആളെ വെച്ച് പ്രത്യേകം വെച്ച് വണ്ടിയിൽ സ്റ്റോർ ചെയ്തേണ്ടവർ വരുക. എന്നിട്ട് അവരൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് അവിടെ വന്നിരുന്നിട്ടാണ് അവരുടെ ആഹാരങ്ങൾ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ അവർ പ്രിപ്പയർഡ് ആണ് ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂങ്കാവ് ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് അകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കും ദേവാലയത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ശരിക്കും ഒരു സാക്ഷ്യമായി തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പൂങ്കാവ് പള്ളി എന്ന് പറഞ്ഞാൽ ഇത്ര പ്രശസ്തമായ പള്ളി, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ജനങ്ങൾക്ക്, നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു ദേവാലയം. ആ ദേവാലയത്തിൽ ഇങ്ങനൊരു കൈക്കാരൻ, ഒരു വനിതാ കൈക്കാരൻ എന്നൊരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അന്ന് ചേച്ചി ആ പറഞ്ഞ ആ ഒരു ഹോസ്പിറ്റലൈസിൽ നിന്ന് മരണത്തിൻ്റെ മുന്നിൽ നിന്ന് ദൈവം തിരികെ കൊണ്ടുവന്ന അവസ്ഥ എനിക്ക് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ദേവാലയത്തിൻ്റെ അത്താരുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ പറയുവാണ്, അന്ന് ദൈവം എന്നെ തിരിച്ചു പിടിച്ചത് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാനം എനിക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് എനിക്ക് പറഞ്ഞപ്പോൾ തോന്നി, ദൈവം ഇങ്ങനൊരു ഈ ഒരു ഉയർച്ചയിലേക്ക് ദൈവം ഉയർത്താൻ, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ, ദേവാലയത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചേച്ചിനെ വേണം. അതുകൊണ്ട് ദൈവം അന്ന് കൊണ്ടുവന്നു. അതും വലിയൊരു അനുഭവം നൽകി. അത് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കൂടുതൽ ഇനിയുള്ള പ്രവർത്തനങ്ങൾ അത്രയും തീക്ഷ്ണതയോടുകൂടി ചേച്ചിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അനുഭവം കൂടി ദൈവം ചേച്ചിയുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നത്. അത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ അൾത്താറിൽ നിന്നുള്ള ഒരു അനുഗ്രഹം ഇനിയുള്ള ജീവിതത്തിലേക്കും എല്ലാം. ഒപ്പം ചേച്ചി ആദ്യം പങ്കുവെച്ച പോലെ ഒരുപാട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ആരോരുമില്ലാത്തവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, വേദന അനുഭവിക്കുന്നവർക്കൊക്കെ, ഒരുപാട് ഈ ഒരു പ്രദേശത്തുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു പ്രവർത്തനം വഴി നല്ല രീതിയിലേക്ക് ഉയർച്ചയും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൈക്കാരൻ ആയ സുജാനിനോടൊപ്പമുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ എപ്പിസോഡ് മാത്രമേ പൂർണ്ണമാകുന്നുള്ളൂ, പക്ഷേ ഇതൊരു തുടക്കമാകട്ടെ. നമ്മുടെ സഭയിൽ, കത്തോലിക്ക സഭയിൽ, മറ്റുള്ള ദേവാലയങ്ങളിലെല്ലാം വനിതകൾ ഒരുപാട് പേർ ദേവാലയത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ഇതുപോലുള്ള പ്രധാന സ്ഥാനങ്ങളിലെല്ലാം നിയമിക്കുവാനും അതുവഴി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനവും ആഗ്രഹവും പ്രകാരം സഭ മുഴുവൻ വനിതകൾക്ക് പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രചോദനമാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും, വൈദികരും മെത്രാന്മാരും വിശ്വാസികളുമെല്ലാം മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. നന്ദി.